ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 കുറച്ച് നാളുകൾക്ക് ശേഷം സ്വാഗതം. ഓക്കെ, കുറെ നാളുകളായി വീഡിയോകൾ ഇട്ടിട്ട് ഇനിയും എന്തായാലും 2025 ആദ്യത്തെ മലയാള പടം കണ്ടിട്ട് റിവ്യൂ ഇടാൻ വന്നിരിക്കുകയാണ് മക്കളെ. ഞാൻ വന്നിരിക്കുകയാണ്. യെസ്, ഇറ്റ് ഈസ് അബൌട്ട് ഐഡന്റിറ്റി ദ ഫിലിം ബൈ എന്താ പറയാ നമ്മൾ അഭിനയിച്ചിരിക്കുന്ന സ്റ്റാർ ബൈ ടോവിനോ തോമസ്, തൃഷ, വിനയ് റായ്, അങ്ങനെ ഒരു വമ്പൻ നിര തന്നെ. അതായത് സീരിയസ് ആയിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്തിരിക്കുന്ന നല്ല നല്ല ഒരുപാട് നടന്മാരും നടിമാരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ദിസ് ഇസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രണ്ടുപേരാണ് ചേർന്ന് ചെയ്തിരിക്കുന്നത്, അനസ് ഖാൻ ആൻഡ് അഖിൽ പോൾ. പേര് തെറ്റണ്ട എന്ന് വിചാരിച്ചാണ് നോക്കി വായിച്ചത് കേട്ടോ. അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ രാജു മല്യത്ത് ആൻഡ് റോയ് സി ജെ. എല്ലാവർക്കും അറിയാം, നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി അഖിൽ ജോർജ് ആണ്. എഡിറ്റിംഗ് ചമൻ ചാക്കോ. ഇതൊക്കെ പറയാൻ കാര്യം ഇപ്പം എഡിറ്റേഴ്സിനൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു കൈകടത്തൽ സിനിമകളിലൊക്കെ ഉണ്ട്. എഡിറ്റിംഗ് ഒക്കെ വേറെ ലെവൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എഡിറ്റേഴ്സിന്റെ പേരൊക്കെ പറയണം. പിന്നെ എനിക്ക് ഇതിൽ ആക്ഷൻ മാസ്റ്ററെ ഒന്ന് കാണണമെന്നുണ്ട്, ആക്ഷൻ ചെയ്ത ആള് സൂപ്പർ. അതുപോലെ ചേസിങ്, അതൊരു കാർ ചേസിങ് ഒക്കെ ഉണ്ട്. ഈ ഐഡന്റിറ്റി എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് അഭിനയിച്ചു തൃഷ. എനിക്കൊന്ന് മലയാളത്തിൽ രണ്ടാമത്തെ പടമാണെന്ന് തോന്നുന്നു. ഹേയ് ജൂഡ് എന്ന് പറഞ്ഞ നിവിൻ പോളിയായിട്ടൊരു പടം അവർ ചെയ്തിരുന്നു. ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന പടത്തിന് ശേഷമുള്ള അതേ ടൈപ്പ് ഓഫ് ഒരു ജോണർ, അതേ ടൈപ്പ് എന്ന് ഞാൻ ജോണർ സാമ്യം എന്നേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അതേ ടൈപ്പ് ഒന്നുമല്ല, നല്ല എൻറ്റയർലി ഡിഫറൻസ് ആണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ അല്ല, അതിൽ നിന്ന് വളരെ രാവും പകലും പോലെ വ്യത്യാസമുള്ള ഒരു പടമാണ് ഐഡന്റിറ്റി. കുറെ കാലങ്ങളായിട്ട് എനിക്കൊന്നു 2024 അവസാനത്തോടെ അടുത്തപ്പോ തന്നെ ഒരുപാട് വെറൈറ്റി പരീക്ഷണങ്ങളുമായി മലയാള സിനിമകൾ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വെറൈറ്റി പരീക്ഷണങ്ങളുമായിട്ട് 2025 തുടക്കം തന്നെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഐഡന്റിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ബിക്കോസ് വെറൈറ്റി തന്നെയാണ്. കുറച്ച് ലാഗ് അടിച്ചു എന്ന് പറയാം. കാരണം ഒരു 3 മണിക്കൂർ പടമുണ്ട്. പടം അത്ര ഇല്ലേന്ന് ചോദിച്ചാൽ കുറച്ച് സംഭാഷണങ്ങൾ കൊണ്ട് ഇച്ചിരി ലാഗ് അടിച്ചു പോകുന്നു എന്നാണ്. ഇതിനകത്ത് ഈ ട്വിസ്റ്റിങ്ങും ടേണിങ്ങിനേക്കാൾ കൂടുതൽ എന്താ പറയുന്ന കൂടുതൽ ഊഹാപോഹങ്ങൾ, ഉത്കണ്ഠ, ടെൻഷൻസ്, സൈലൻസ് ഒരു വലിയൊരു കഥ. കാരണം ടോവിനോട് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത്തിരി സൈലന്റ് ടൈപ്പാണ്. ഇതൊരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. അധികം സംസാരിക്കാത്ത എന്നാൽ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ എന്ന് പറയാം. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ടോവിനോ ആണോ വില്ലൻ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലാണ് ടോവിനോട് അതിനകത്ത് അഭിനയം. പിന്നെ അജു വർഗീസ് ഉണ്ട്, അർച്ചന കവി ഉണ്ട്. അവരൊക്കെ അർച്ചന കവിയൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അർച്ചന കവിയുടെ ടോവിനോയുടെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടി, അവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം മീൻസ് 16+ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനത് എന്ത് അത്രയ്ക്ക് വൾഗാരിറ്റി ഒക്കെ ഇല്ല. ബട്ട് എനിവേ എന്തായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ, ലേഡീസ് അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. സാമൂഹ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അതിനെ മുൻകൂട്ടി നിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു കുറ്റാന്വേഷണമായിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു പടം. വിനയ് റായ്, അയ്യോ, അങ്ങേരെ വില്ലനായിട്ട് അഭിനയിച്ച പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അയാൾ ഒരു ഗംഭീര പെർഫോമറാണ്. ചില സമയങ്ങളിലൊക്കെ ടൊവിനോടൊപ്പം അല്ലെങ്കിൽ ടൊവിനേക്കാളും മീതെ ചില സിനിമകളിൽ വില്ലന്മാർ വല്ലാതെ നമ്മളെ ഹോണ്ട് ചെയ്യും. അതുപോലത്തെ ഒരു മനുഷ്യനാണ് ഈ വിനയ് റോയിനകത്ത്. ഇയാളുടെ ബോഡി ലാംഗ്വേജ് ആയാലും കണ്ണുകളായാലും ചുണ്ടുകളായാലും ഒക്കെ അയാൾ വേറെ ലെവൽ ഓഫ് മനുഷ്യനാണ്. നല്ല സൂപ്പർ ആക്ടിങ് ആണ്. അതുപോലെ ഷമി തിലകന്റെ വോയിസ് ഗാംഭീര്യം, വോയിസ് നോട്ടൊക്കെ വെച്ചിട്ട് അടിപൊളി ആക്ടിങ് ആണ്. അജു ഡിവൈഎസ്പി, ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല ഒരു പടമാണ്. നമുക്ക് കുട്ടികളും അതുപോലെ സ്ത്രീകളും ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു കുറ്റാന്വേഷണ ഒരു സിനിമയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ മിക്കപ്പോഴും സിനിമകളുടെ ഡ്യൂറേഷൻ നോക്കിയിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്, ഇത്ര സമയത്ത് ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ നോക്കാതെ ഏതെല്ലാം പടം കാണാൻ പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള പടങ്ങൾക്ക് ഇനി പണിയാണ്. ഒന്ന് ആനിമൽ ആണ്, 3.5 മണിക്കൂർ എങ്ങാണ്ടായിരുന്നു ആ പടം, 3.25 മണിക്കൂർ. 11-12 മണിയായി പടം കഴിഞ്ഞപ്പോഴത്തേക്ക്. 7 മണിയുടെ ഷോ കയറിയിട്ട്, ഇത് 6 മണിയുടെ ഷോ കയറിയിട്ട് 9 മണിയായപ്പോൾ ഇറങ്ങാൻ പറ്റി. എന്തായാലും എനിക്കൊന്ന് ഇവരുടെ കുറച്ച് ഈ കോൺവെർസേഷൻസ്, ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് കൊണ്ടാണ് ഇത് കുറച്ച് ലാഗ് അടിച്ചെന്ന് എനിക്ക് തോന്നി. ചില സ്ഥലത്ത് അത് ലാഗിങ് ആണ്. പക്ഷെ ഒരു പോയിന്റിൽ നമ്മളെ ഉറങ്ങുകയോ അല്ലെങ്കിൽ ബോറടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പടം. വ്യത്യസ്തമായിട്ടൊരു തലത്തിലൊരു മൂവിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നാണ് എനിക്ക് ആ പടത്തെ കുറിച്ച് പറയാനുള്ളത്. കുറച്ച് ലാഗിങ് ഉണ്ട്. പിന്നെ ടൊവിനെ കണ്ടോണ്ടിരിക്കാം, അദ്ദേഹത്തിന്റെ മസിൽ, അദ്ദേഹത്തിന്റെ ആക്ഷൻ. പിന്നെ ഇതിനകത്തൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇതിനകത്തൊരു ചേസിങ് സീൻ ഉണ്ട്, കാറിന്റെ ചേസിങ് സീൻ. അതോടൊപ്പം തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് അതായത് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു ഫൈറ്റിംഗ് സീൻ ഉണ്ട്. അതും ഗംഭീരമാണ്. എന്തായാലും അതിന്റെ ഫൈറ്റ് മാസ്റ്റർക്ക് ഒരു കുഡോസ് ഉണ്ട്. സൂപ്പർ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. നമുക്കത് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഈ എന്താ പറയാ,
നല്ല ആക്ഷൻ മൂവീസിലേക്ക് ഈ കീനു റീവ്സിന്റെ ഒക്കെ ലുക്കായി ഇപ്പം നമ്മുടെ ടോവിനോയ്ക്ക് ആക്ച്വലി. കാരണം ആ കോട്ടൊക്കെ ഇട്ടിട്ട്, ഇംഗ്ലീഷ് സിനിമയിലാണല്ലോ കോട്ടും കണ്ണടയും ടൈയും ഒക്കെ കെട്ടിയിട്ട് നായകന്മാരും വില്ലന്മാരും പരസ്യം ഇടിക്കുന്നത്, അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. എനിവേ എന്തായാലും നല്ല ഒരു മൂവിയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ കാണുക, തീർച്ചയായിട്ടും കാണുക. 2025 മിസ്സാക്കേണ്ടതല്ലാത്ത ഒരു പടം തന്നെയാണ് ഐഡന്റിറ്റി. അതുകൊണ്ട് പോയി കണ്ട് സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര ട്വിസ്റ്റിങ്ങും ടേണിങ്ങും ഒന്നും ഈ പടത്തിനില്ല. പക്ഷെ വ്യത്യസ്ത തലത്തിലുള്ള ഒരു പടം. നോർമൽ ഒരു കുറ്റാന്വേഷണ കഥയാണെന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റത്തില്ല. എന്തായാലും ഒരു ക്രൈം ത്രില്ലർ ആണ്. അത് ഒരു നോർമലൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ബട്ട് നമ്മൾ എവിടെയെങ്കിലും ഇതിനെ കോപ്പി അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇതൊരു കോപ്പി അടിച്ച മൂവിയാണ്. ഐ മീൻ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് 2024 പല സിനിമകളും കണ്ടപ്പോൾ എനിക്ക് തോന്നി സിനിമ തിയേറ്ററിലൊക്കെ ഭയങ്കര വിജയം തന്നെ, പക്ഷെ അത് പല ഹോളിവുഡ് സിനിമകളുടെയും ചീന്തി എടുത്ത ചില ഏടുകൾ അതിനകത്തില്ലേ എന്ന് ഞാൻ ചിലപ്പോൾ സംശയിച്ചു കണ്ടപ്പോൾ. പക്ഷെ ഐഡന്റിറ്റിയിൽ അത് കാണാൻ സാധിച്ചില്ല. പ്യൂർലി അത് ആ ഒരു സ്ക്രിപ്റ്റിന്റെയും ആ ഡയറക്ഷന്റെയും മേന്മയായിരിക്കാം. എനിവേ തൃഷയുടെ അഭിനയവും അവർ ആ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ വളരെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ആ ക്യാരക്ടറോട് നീതി പുലർത്തി. മലയാളത്തിലും തമിഴിലും ഏത് തന്നെ ആയാലും നല്ല നടികർ എപ്പോഴും നല്ല നടി തന്നെയാണെന്ന് പറയുന്ന സംശയമില്ല. അവർക്ക് എന്താണോ ചെയ്യേണ്ടിരുന്നത് അവർ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ സിനിമയുടെ ഒരു സെറ്റപ്പ് കൊള്ളാം. എനിവേ എന്തായാലും നന്നായി. സോ നിങ്ങൾ പോയി കാണുക. നല്ലൊരു സട്ടിലായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ബ്രീസിംഗ് ആയിട്ടുള്ള ഒരു കുറ്റാന്വേഷണ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഐഡന്റിറ്റി. സോ വാച്ച് ഇറ്റ്. ഇനി അടുത്ത സിനിമയുടെ വിശേഷമായി വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം.